സെക്ഷൻ 1.3 ലീനിയർ ഫങ്ഷൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണെന്നും ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേര് ലീനിയർ ഫംഗ്ഷൻ എന്നാണ്. ഡെഫിനിഷൻ: എ ലീനിയർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ that changes at a constant rate with respect to its independent variable. ഒരു ഫംഗ്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് അത് ചേഞ്ചസ് വിത്ത് എ കോൺസ്റ്റന്റ് റേറ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ സാധാരണ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് ഫംഗ്ഷൻ എടുക്കാറ്. ഇതിൽ എക്സ് ആണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എക്സ് ചേഞ്ച് ചെയ്യണതിനനുസരിച്ചിട്ട് വൈയും ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വി കോൾ ദാറ്റ് ഫംഗ്ഷൻ ആസ് എ ലീനിയർ ഫംഗ്ഷൻ. Now the graph of a linear function is a straight line. ഒരു ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ എക്സ് റേസ് ടു 2/3 ഈ ഫോമിലുള്ള ആൾക്കാരൊന്നും അതിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്തായിരിക്കും? This will be of the form y equal to mx plus b. അതായത് y equal to some 2x plus 4. ഇതായിരിക്കും ഒരു ലീനിയർ ഫംഗ്ഷന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ തരണമെന്നില്ല, വേണമെങ്കിൽ ഇങ്ങനെയും തരാം. 3x plus 2y equal to 6 എന്ന് തരാം. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ നമുക്ക് 2y equal to minus 3x plus 6 എന്ന് എഴുതാം. or y equal to minus 3/2x plus 6/2, that is 3. So this is again of the form mx plus b, where m and b are constant. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയറും എക്സ് റേസ് ടു 2/3 ഒന്നും ഇല്ല. ഈ ഒരു ഫോമിലുള്ള ആളായതുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും? 2 പോയിന്റ് എടുത്ത് അതിനെ ജോയിൻ ചെയ്യണ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നോക്കുക, ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ വരച്ചിരുന്നത്. ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയാം ലീനിയർ ഫംഗ്ഷന്റെ. എ മാനുഫാക്ചറേഴ്സ് ടോട്ടൽ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ഓവർഹെഡ് ഓഫ് $200 പ്ലസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് $50 പെർ യൂണിറ്റ്. അതായത് ഒരു ഐറ്റം അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അയാൾക്ക് എന്തായാലും $200 ഒരു ചെലവുണ്ട്. അതൊരു ഓവർഹെഡ് ചെലവാണ്. അതിപ്പോ അയാൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും $200 തന്നെയാണ് വരുന്നത്. അയാളൊരു 100 യൂണിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ആ ഒരു $200 എക്സ്ട്രാ ആയിട്ട് വരും. പ്ലസ് എത്ര ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്? അതിന് 50 പെർ യൂണിറ്റ് ആണ്. അതായത് ഒരു ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ $50 വരും. 2 ഐറ്റം ആണെങ്കിൽ 50 into 2, that is $100 വരും. Express the total cost as a function of the number of units produced and draw the graph. അപ്പോൾ വളരെ എളുപ്പമാണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. എക്സ് എന്ന് പറയുന്നത് അയാൾ എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കണം, അതാണ് എക്സ്. ആൻഡ് സി ഓഫ് എക്സ് ദി കറസ്പോണ്ടിങ് ടോട്ടൽ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊത്തം വരുന്ന കോസ്റ്റ് എത്രയായിരിക്കും? ടോട്ടൽ കോസ്റ്റ് വിൽ ബി, നമുക്കറിയാം ഇവിടെ എക്സ് യൂണിറ്റ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എക്സ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് 50 ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 50 വരും. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 50 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് എക്സ് പ്ലസ് ഒരു ഓവർ ഹെഡ് ചാർജ് ആയിട്ടുള്ള 200 കൂടിയും വരും. സോ വാട്ട് വിൽ ബി ദി ഓവറോൾ കോസ്റ്റ്? ഓവറോൾ കോസ്റ്റ് വിൽ ബി 50x plus 200. So this is of the form y equal to mx plus b, where m is 50 and b is 200. അപ്പൊ ഇതിന്റെ ഗ്രാഫും വരയ്ക്കാൻ പറയുന്നുണ്ട്. ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. അതിൽ എന്ത് ചെയ്യണം? പോയിന്റ്സുകൾ പ്ലോട്ട് ചെയ്യണം. 1 2 3 എക്സെട്ര പോയിന്റ്സ് പ്ലോട്ട് ചെയ്തു. ഇവിടെ ഇതേപോലെ 1 2 3 എക്സെട്ര ആൻഡ് -1 -2 എക്സെട്ര. ഹിയർ ഓൾസോ -1 -2 എക്സെട്ര. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള 2 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 പോയിന്റ്സ് എക്സിന് കൊടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഒരു 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ y അല്ല തന്നിരിക്കുന്ന ഫംഗ്ഷൻ c ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈനെ നമുക്ക് c ഓഫ് എക്സ് ആയിട്ട് എടുക്കാം, എഫ് ഓഫ് എക്സിന് പകരം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ദിസ് ഈസ് 50 ഇൻറ്റു എക്സിന് 0 കൊടുത്തത് പ്ലസ് 200. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് 200. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ y 200 ആണ്. സോ 200 ഇവിടെ ഒരു പോയിന്റ് വിചാരിക്കാം. സോ ദിസ് ഈസ് 200. ഇതാണ് ആ പോയിന്റ്. സോ ഒരു പോയിന്റ് ഇതാണ്.
അടുത്ത പോയിന്റ് കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 50 × 1 + 200 ദാറ്റ് ഈസ് 250. അപ്പൊ എക്സ് 1 ആവുമ്പോൾ പോയിന്റ് എവിടെ 250 ആണ്. 200 ഇവിടെ ആണെങ്കിൽ 250 സംവെയർ ഹിയർ അല്ലെ. ഈ സ്ട്രൈറ്റ് ലൈൻ മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് 250. അപ്പൊ ഈ ഒരു പോയിന്റ് റഫായിട്ടാണ് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ്. അപ്പൊ അതിനെ ജോയിൻ ചെയ്യണ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. സോ ദിസ് വിൽ ബി ദി ഗ്രാഫ്. ഓക്കെ, ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ c of x y = c of x. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രൈറ്റ് ലൈനിന്റെ ഒക്കെ കുറെ പ്രോബ്ലംസിന്റെ ഗ്രാഫ് വരച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രൈറ്റ് ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാന്ന്. ഏതെങ്കിലും രണ്ട് എക്സ് വാല്യൂസ് ചൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് വേരിയബിൾ y കാണുക, എന്നിട്ട് ആ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അവര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഗ്രാഫ് കിട്ടും. നെക്സ്റ്റ്, the slope of a line. The slope of a non-vertical line passing through the point x1 y1 and x2 y2 is given by the formula slope equal to delta y by delta x, that is equal to y2 minus y1 by x2 minus x1. അപ്പോൾ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, x1 y1 and x2 y2. So this is the point x1 y1 and this is the point x2 y2. അപ്പൊ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യണ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ പിങ്ക് കളറിൽ വരച്ചിരിക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് x1 y1 ആൻഡ് x2 y2. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെരിവ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് y2 മൈനസ് y1, അതായത് y2 എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ് y2 അല്ലെ, ഈ ഹൈറ്റ് ആണ് y2, ദിസ് ഹൈറ്റ് ഈസ് y2, ദിസ് ഹൈറ്റ് ഈസ് y1. അപ്പൊ y2 മൈനസ് y1 ചെയ്ത് എന്ത് കിട്ടും, ഈ ഒരു ഹൈറ്റ് കിട്ടും, ശരിയല്ലേ. ദിസ് ഈസ് y2 മൈനസ് y1. സിമിലർലി ഈ ഒരു ഡിസ്റ്റൻസ് ആണ് x2 ആൻഡ് ദിസ് ഈസ് x1. അപ്പൊ x2 മൈനസ് x1 ചെയ്ത് എന്ത് കിട്ടും, ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. സോ സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ ദിസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ആദ്യത്തെ ഡിസ്റ്റൻസിനെ നമ്മൾ ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ഡിസ്റ്റൻസിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നു. സോ സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് -2, 5, 3, -1. അപ്പൊ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യണ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ആദ്യം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് തരികയാണ്. യു ക്യാൻ ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് -2, 5 and 3, 1. അത് എവിടെ വരികയെന്ന് നോക്കുക, അത് പ്ലോട്ട് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്ലോപ്പ് കാണാനാണ്. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ഞാൻ ഇതിനെ x1 y1 എടുക്കണു, ആദ്യത്തെ പോയിന്റിനെ ഈ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പോയിന്റിന് x1 y1, രണ്ടാമത്തെ പോയിന്റിന് x2 y2. ഇത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആൻസർ തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്തെടുക്കാം, x2 y2. സോ വാട്ട് ഈസ് സ്ലോപ്പ്? സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ ദി ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ദാറ്റ് ഈസ് y2 എത്രയാണ് ഇവിടെ, y2 എന്ന് പറയുന്നത് -1 ആണ്. സോ -1 മൈനസ് y1, y1 എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് 3 ആണ്, 3 മൈനസ് x1 എന്ന് പറയുന്നത് -2 ആണ്, -2. സോ ദിസ് ഈസ് -6 ബൈ 3 plus 2, that is 5. So the answer is -6 by 5. So slope of this line is -6 by 5. അപ്പൊ നിങ്ങളത് വരച്ചു നോക്കുക. വരച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കാണാൻ പറ്റുക, ഈ ഒരു ഫോമിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കാണാൻ പറ്റുക. നെക്സ്റ്റ്, ദ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ y = mx + b എന്ന് പറയുന്ന ഇക്വേഷനാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. അതിൽ m എന്ന് പറയുന്ന നമ്പർ ആണ് എന്ത്, സ്ലോപ്പ്. b എന്ന് പറയുന്ന നമ്പർ ആണ് എന്ത്, ദ ഇന്റർസെപ്റ്റ്. ഓക്കെ, is the equation of a straight line whose slope is m and whose y intercept is 0b. 0b എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും y intercept. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ
അത് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിലാണ് x0 നമ്മൾ പഠിച്ചാണ്. അപ്പൊ x0 ആണ് y കമ്പണന്റ് എന്ന് പറയുന്നത് b ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫോമിലുള്ള സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു mx പ്ലസ് b, where m is the slope and 0b is the y intercept. അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഫംഗ്ഷൻ വരയ്ക്കണം. y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചതാണ്. y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ 1 1 കൂടെ പാസ് ചെയ്യും, 2 2 കൂടെ പാസ് ചെയ്യും, അല്ലെ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും y ഈക്വൽ ടു എക്സിന്റെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിന്റെ mx പ്ലസ് ബി ഫോമിൽ എഴുതുകയാണെങ്കിൽ m വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, അല്ലെ. ദിസ് ഈസ് y ഈക്വൽ ടു 1x പ്ലസ് 0. അപ്പൊ m വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, b വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ ഈ ഡെഫിനേഷൻ പ്രകാരം ഇതിന്റെ സ്ലോപ്പ് 1 കിട്ടണം, ശരിയല്ലേ? കഴിഞ്ഞ ഡെഫിനേഷനിൽ പ്രകാരം സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് എന്ത്? സ്ലോപ്പിന്റെ ഇക്വേഷൻ. അപ്പൊ വെറുതെ ഇതൊന്ന് ചെയ്തു നോക്കാം. ഇതിൽ രണ്ട് പോയിന്റ് പറയൂ. ഒന്ന് 1 1, ഒന്ന് 2 2 കൊടുക്കാം, അല്ലെങ്കിൽ 0 0 എടുക്കാം, അല്ലെ, ഒറിജിൻ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇതിനെ 1 1 2 2 കൊടുക്കാം. അപ്പൊ ഇതിനെ ഞാൻ x1 y1 എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റിനെ x2 y2 എന്ന് വിളിക്കുകയാണ്. അപ്പൊ സ്ലോപ്പ് എന്താ വരിക? y2 minus y1, that is 2 minus 1 divided by x2 minus x1, that is again 2 minus 1. So this will give you 1 by 1, that is 1. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എളുപ്പത്തിൽ കിട്ടി? y equal to mx plus b എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്ലോപ്പ്. ഇനി y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 0b എന്ന് പറഞ്ഞു. ഇവിടുത്തെ b എത്രയാണ്? ഇവിടുത്തെ b 0 ആണ്. അപ്പൊ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആരാ? 0 0. അതായത് y നെ കട്ട് ചെയ്യുന്ന സ്ഥലം ഒറിജിൻ ആണ്. അത് തന്നെയല്ലേ നമുക്ക് ഗ്രാഫിൽ നോക്കിയാലും കാണാൻ പറ്റുന്നത്. എവിടെയാണ് y ആക്സിസിനെ കട്ട് ചെയ്യണത്? ഈ ഒരു സ്ഥലത്ത്, അല്ലെ, ഒറിജിനിലാണ് y ആക്സിസിനെ കട്ട് ചെയ്യണത്. അപ്പൊ ഏത് സ്ട്രെയിറ്റ് ലൈൻ തന്നാലും mx പ്ലസ് ബി ഫോമിൽ എഴുതുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഫോർമുല ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സ്ലോപ്പ് കാണാൻ. ആ എക്സിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ലോപ്പ് എന്ന് വിളിക്കുക. ആൻഡ് ബി, കറസ്പോണ്ടിങ് നമ്പർ ബി, ഒരു കോൺസ്റ്റന്റ് നമ്പർ ബി ഉണ്ടായിരിക്കും, അത് y ഇന്റർസെപ്റ്റ് ആയിരിക്കും. 0b എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും y ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് വി ആർ taking a graph like this. Okay, this is a straight line parallel to x axis. x axis ന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതിന്റെ പോയിന്റ് സപ്പോസ് ഇത് y1 2 ആയിരിക്കും. അപ്പൊ y ഈക്വൽ ടു 2 ആണ് ഇതിന്റെ ഇക്വേഷൻ. y ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് mx പ്ലസ് c ഫോമിൽ എഴുതി എന്താ വരിക? y ഈക്വൽ ടു mx പ്ലസ് c ഫോമിൽ എഴുതുമ്പോൾ അത് 0 ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. അപ്പൊ 0 ആണ് അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയി വന്നിരിക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. സോ സ്ലോപ്പ് ഓഫ് ദിസ് കർവ് ഈസ് 0. സ്ലോപ്പ് 0 ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0b എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് 0 2. അത് നോക്കിയാൽ തന്നെ അറിയാം 0 2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഇനി നമ്മളൊരു വേർട്ടിക്കൽ ലൈനാ വരയ്ക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു വേർട്ടിക്കൽ ലൈനാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിന്റെ ഫോം ഇത് x ഈക്വൽ ടു -3 എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് ബി ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ എക്സിന്റെ വാല്യൂ -3 ആണ്, എക്സ് ആണ് വാല്യൂ -3. കറസ്പോണ്ടിങ് y വാല്യൂസ് അല്ലെ, എക്സ് -3 ആകുമ്പോൾ തന്നെയാണ് yക്ക് ഇഷ്ടം പോലെ വാല്യൂസ് എടുക്കുന്നുണ്ട്. അതായത് -3 4 എന്ന് പറയുന്ന വാല്യൂ എടുക്കും, -3 5 വാല്യൂ എടുക്കും, അല്ലെ, എക്സെട്ര കുറെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കും. അപ്പൊ ഇതിന് നമുക്ക് mx പ്ലസ് ബി ഫോമിൽ എഴുതാൻ പറ്റില്ല. ഈ ഒരു കേസിൽ നമ്മൾ സ്ലോപ്പ് ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് പറയും. ഇനി അവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർമുല എഴുതി വെക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എഴുതാം. അപ്പൊ എന്താ സംഭവിക്കുക? y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഏതെങ്കിലും രണ്ട് പോയിന്റ്, ഇത് രണ്ടും എടുക്കണമെങ്കിൽ 5 മൈനസ് 4, അല്ലെ, y2 5ഉം y1 4 ആണെങ്കിൽ 5 മൈനസ് 4. പക്ഷെ ഡിനോമിനേറ്ററിന് എന്താ സംഭവിക്കുക? -3 വരും. അപ്പൊ this is 5 minus 4, that is 1 by 0 ഫോമിൽ വരും. This is not defined. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്.
ഇനി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എത്രയായിരുന്നു? y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് 1 ആണ്. സ്ലോപ്പ് ഈസ് 1. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ആദ്യത്തതിന്റെ സ്ലോപ്പ് 0 ആയിരുന്നു. പിന്നെ സ്ലോപ്പ് കർവിന്റെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് ചേരുന്നതിനനുസരിച്ച് സ്ലോപ്പ് കൂടി, പിന്നെയും കൂടി, അങ്ങനെ അത് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. വേണമെങ്കിൽ നമുക്ക് കുറെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്ത് അതിന്റെ സ്ലോപ്പ് 0ക്കും 1നും ഇടയ്ക്കായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. അതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ, അതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഇതേ നടക്കുന്ന സമയത്ത് എനിക്ക് ഡിഫിക്കൽറ്റി ഒന്നും ഫീൽ ചെയ്യണില്ല. ഞാൻ എങ്ങനെ ഒരു ഫ്ലോറിൽ കൂടെ എങ്ങനെ നടക്കുക? നോർമൽ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന ഡിഫിക്കൽറ്റി, അതിനെ ഞാൻ സ്ലോപ്പും തൽക്കാലം വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് സ്ലോപ്പ് 0 ആണ്. പക്ഷെ ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് കൂടെ നടന്നിരുന്നെങ്കിലോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ആദ്യം നടന്ന സ്ഥലത്തിന്റെ അതേ ഒരു ഫ്രീ ആയിട്ട് എനിക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ചൊരു സ്ട്രെയിൻ എടുക്കണം, അല്ലെ? കുറച്ചൊരു എഫേർട്ട് എടുത്താലേ നമുക്ക് ആ ഒരു കയറ്റം കയറി പോകാൻ പറ്റുള്ളൂ. സോ ദർ വിൽ ബി എ പോസിറ്റീവ് സ്ലോ. ഓക്കെ, ഇനി കർവ് അല്ലെങ്കിൽ ആ ചെരിവ് കുറച്ചും കൂടി കൂടുതലാണെങ്കിലോ, ഞാൻ അത് കൂടെ നടക്കുമ്പോൾ എനിക്ക് മോർ എഫേർട്ട് എടുക്കണം. സോ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൽ കൂടെയാണ് എനിക്ക് നടക്കേണ്ടി വന്നിരുന്നെങ്കിലോ, മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ നടക്കണ പോലെ, ദിസ് ഈസ് നോട്ട് പോസിബിൾ, അല്ലെ? സോ ഐ കോൾ ദാറ്റ് ആസ് എൻ ഇൻഫിനിറ്റ് സ്ലോ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ഇത് നെഗറ്റീവ് വരുന്ന സമയത്ത്. നെഗറ്റീവ് വരുന്ന സമയത്ത് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുന്നൊരു ഫീലാണ്. അതായത് ഒരാൾ ഇവിടുന്ന് ഇറങ്ങി വരികയാണ്. അപ്പൊ അയാൾക്ക് എന്താ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളും. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയും, മൈനസ് സ്ലോപ്പ് ആണ്. അപ്പൊ ഈ സ്ഥലത്തൊക്കെ മൈനസ് സ്ലോപ്പ് ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു എക്സാമ്പിൾ കിട്ടി, -6/5. അതാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ആ ഗ്രാഫ് ഏത് ഫോമിലായിരിക്കും? ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? അവിടെ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. കാര്യങ്ങൾ കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. Now one problem, find the slope and y-intercept of the line 3y plus 2x equal to 6 and draw the graph. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് അയാളെ y ഈക്വൽ ടു mx പ്ലസ് b ഫോമിൽ എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ 3y ഇവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കി ടേം 2x-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ ദിസ് വിൽ ബിക്കം -2x plus 6. Then y is given by -2/3x plus 6/3, that is 2. Now this is of the form mx plus b, where m is given by m equal to -2/3 and b is 2. So the slope of this straight line is -2/3 and y-intercept will be what? Y-intercept will be 0, 2. 0, 2 will be the y-intercept. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ നമുക്ക് 2 പോയിന്റ് മതി. അപ്പോൾ ഞാൻ എക്സിന് 0 കൊടുക്കാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ എന്താ വരിക? എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് ഇത് 0 ആയി. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആയി, 2, അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, എപ്പോഴും ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ y-intercept കണ്ടുപിടിച്ചാൽ പിന്നെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഓൾറെഡി ഒരു പോയിന്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0, 2. സോ x 0 ആകുമ്പോൾ y 2 ആണ്. സോ സംവെയർ ഹിയർ. ഇനി രണ്ടാമത്തെ പോയിന്റ് കാണാൻ എന്ത് ചെയ്യാം? നമുക്ക് എക്സിന് ഒരു വാല്യൂ കൊടുക്കാം. ഞാൻ എക്സിന് വാല്യൂ കൊടുക്കുന്നത് 3 ആണ്. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് -2/3 into 3 ആയി പ്ലസ് 2. അപ്പൊ 3യും 3യും ക്യാൻസൽ ആയി, -2 plus 2 0. ദാറ്റ് ഈസ് y ഈസ് 0. So this is the point 1, 2, 3. X 3 and y is 0. So graph will be a straight line joining these 2 points. Okay. So this is the graph. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെരിവ് ശ്രദ്ധിക്കുക, ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടിയത്? നെഗറ്റീവ് സ്ലോപ്പ് കിട്ടിയത്, -2/3. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ y2 minus y1 by x2 minus x1 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ m എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് -2/3 തന്നെ ആയിരിക്കും. Now next, the point slope form of the equation of a line. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത് ഒരു ഇക്വേഷന് ഒരു പോയിന്റും തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ സ്ലോപ്പും തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ എഴുതുകയാണ്, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. That equation is given by y minus y0
is equal to m into x minus x naught, where m is the slope of the given straight line and x naught y naught എന്ന് പറയുന്നത് ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് ആണ്. is an equation of the line that passes through the point x naught y naught and has a slope equal to m. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ടാവും. സപ്പോസ് ദിസ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ടാവും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ രണ്ട് കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ. ഒന്ന് അയാളുടെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന നമ്പർ, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. പിന്നെ അറിയണത് ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യണ ഏതെങ്കിലും ഒരു പോയിന്റ്, ദാറ്റ് ഈസ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്. സോ വൺ പ്രോബ്ലം, ഫൈൻഡ് an equation of a straight line passes through the point phi 1 with slope 1/2. സോ തന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് എന്തെടുക്കാം, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എടുക്കാം. സ്ലോപ്പ് എം ആണ്. അപ്പൊ എന്തായിരുന്നു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് വൈ നോട്ട് is equal to m into x minus x naught ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് നോട്ട് 1 ആണ്. സോ y മൈനസ് 1 ഈക്വൽ ടു സ്ലോപ്പ്, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y മൈനസ് 1 ഈക്വൽ ടു 1/2 എക്സ് മൈനസ് 5/2. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1/2 എക്സ് മൈനസ് 5/2 പ്ലസ് 1. മൈനസ് 5/2 പ്ലസ് 1 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് 5 പ്ലസ് 2/2. ദാറ്റ് ഈസ് minus 3/2. So this is the equation of the straight line passing through the point phi 1 having slope 1/2. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് 1/2 ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പോയിന്റ് കൂടെ പാസ് ചെയ്യണ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അതായത് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടാവും, x1 y1 and some other point x2 y2. ഇത് കൂടെ പാസ് ചെയ്യണ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് ആകെ എന്തേ അറിയുള്ളൂ, ഒരു പോയിന്റ് കൂടി സ്ലോപ്പും, ഇത് രണ്ടും തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. കാരണം സ്ലോപ്പിന്റെ ഫോർമുല നമുക്ക് അറിയാം, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പൊ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. y മൈനസ് y നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനെ ഞാൻ x1 y1 എന്ന് എടുക്കുകയാണ്. ഇതിനെ നമുക്ക് x2 y2 എന്ന് എടുക്കാം. അപ്പൊ y2 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ x2, ദാറ്റ് ഈസ് 1 മൈനസ് x1 3. അപ്പോൾ 6 മൈനസ് ഓഫ് മൈനസ് 2 പറഞ്ഞാൽ 8 ബൈ മൈനസ് 2, ദാറ്റ് ഈസ് മൈനസ് 4. സ്ലോപ്പ് കിട്ടി. അപ്പൊ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് മൈനസ് 4 ആണ്. ഇനി ഇതിൽ ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക. നമുക്ക് തൽക്കാലം 3 മൈനസ് 2 എടുക്കാം. രണ്ടെടുത്താലും ഒന്ന് തന്നെയാണ് കിട്ടാൻ പോണത്. 3 മൈനസ് 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പൊ ഇതിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എടുക്കാം. അപ്പൊ എന്തായിരുന്നു ഫോർമുല? ഇതായിരുന്നു ഫോർമുല. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് y മൈനസ് 2 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് y മൈനസ് ഓഫ് മൈനസ് 2 പറഞ്ഞാൽ പ്ലസ് 2, y പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 4x മൈനസ് 4 ഇൻറ്റു മൈനസ് 3, ദാറ്റ് ഈസ് 12. That is y equal to minus 4x plus 12 minus 2, that is 10. So this is the equation of the straight line passing through these two given points, 3 minus 2 and 1 6. Now there is one practical application of the straight line. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു, ഒരു കോസ്റ്റിന്റെ $200 വരുന്നത്. അതുപോലെ തന്നെയാണ് അപ്പൊ ഇവിടെ അതിന്റെ ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക, ഈ ഒരു പ്രോബ്ലം നോക്കുക. അപ്പൊ അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ പറ്റും. റേസിംഗ് പ്രൈസ് ഓഫ് സോഡ എന്ന് പറഞ്ഞിട്ട് ദ ഗ്രാഫ് ഈസ് y ഈക്വൽ ടു 2x പ്ലസ് 136. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ്. ഇതിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക.
Next concept, parallel and perpendicular lines. Let M1 and M2 be the slope of the non-vertical lines L1 and L2. അപ്പോൾ L1 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്, അതിന്റെ സ്ലോപ്പ് ഇതിനെ നമുക്ക് L1 എന്ന് വിളിക്കാം. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M1 ആണ്. L2 എന്ന് പറയുന്ന വേറെ സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. L2 എന്ന് പറയുന്ന വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇതിന്റെ സ്ലോപ്പ് ആണ് എന്ത്? M2. ഇനി പറയുന്നത് L1 and L2 are parallel if and only if their slopes are equal, that is M1 equal to M2. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈനും പാരലൽ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ സ്ലോപ്പ് സെയിം ആയിരിക്കണം, അതായത് അവരുടെ ചെരിവ് സെയിം ആയിരിക്കണം. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് നമുക്കറിയാം. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് അല്ലെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ ഇതിനോട് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതേ ചെരിവിൽ വരയ്ക്കണം അല്ലെ. ഇങ്ങനെ തന്നെ വരച്ചാലാണ് എന്താവുള്ളൂ? y ഈക്വൽ ടു എക്സിനോട് പാരലൽ ആവുള്ളൂ. ഇങ്ങനെയാണെങ്കിലോ ഇത് പാരലൽ അല്ല, ഇതൊന്നും എന്തല്ല, ഇതൊന്നും പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് അല്ല. ഓക്കെ, സോ ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു y ഈക്വൽ ടു എക്സ്. നിങ്ങൾ ചെക്ക് നോക്കി കാണാൻ പറ്റും, ഇതിന്റെ സ്ലോപ്പ് എന്ത് തന്നെ ആയിരിക്കും? ഇതിന്റെ സ്ലോപ്പ് 1 തന്നെ ആയിരിക്കും. കാരണം ഈ സ്ട്രെയിറ്റ് ലൈനെ ഞാൻ എവിടെ കൊണ്ടുവച്ചാലും ആ ചെരിവിന് പ്രശ്നമൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇത് കൂടെ നടന്നു പോയാലും എനിക്ക് ഫീൽ ചെയ്യുന്ന ഡിഫിക്കൽട്ടി സെയിം ആണ്. ഓക്കെ, സോ അതാണ് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ്. ഇനി രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ എന്ന് പറയണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മറ്റേ സ്ട്രെയിറ്റ് ലൈനിനെ ഇതേപോലെ റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനെയാണ് പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയും ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം L1 and L2 are perpendicular if and only if M2 equal to minus M1, or we say that M1 into M2 ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, M1 into M2 is -1. അതായത് രണ്ട് സ്ലോപ്സിന്റെ പ്രൊഡക്റ്റ് -1 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാം? ആ സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന്. അപ്പൊ ഇതേപോലെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് y ഈക്വൽ ടു എക്സും രണ്ടാമത്തെ ഇത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ, രണ്ടാമത്തെ y ഈക്വൽ ടു -x നമുക്ക് എടുത്ത് നോക്കാം. -x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ്? അതേ ആൾ തന്നെയാണ്, പക്ഷെ ഡയറക്ഷൻ ഒന്നും മാറിയില്ല, ഈ ഡയറക്ഷനിലാണ് വരിക. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് y ഈക്വൽ ടു -x. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എത്ര? 1 ആണ്. കാരണം ഇത് mx പ്ലസ് ബി ഫോമിൽ എഴുതിയ m1 ആണ്. ഇവിടുത്തെ സ്ലോപ്പ് എത്രയാണ്? mx പ്ലസ് ബിയിൽ എഴുതിയ m -1 ആണ്. അപ്പൊ രണ്ട് സ്ലോപ്പിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 1 into -1, ദാറ്റ് ഈസ് -1. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ എന്ത് പറയും? പെർപെൻഡിക്കുലർ എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Let L be the line 4x plus 3y equal to 3. First one, find the equation of a line L1 parallel to L through the point -1, 4. അപ്പൊ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിന് നമുക്ക് അറിയില്ല സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ്. സ്ട്രെയിറ്റ് ലൈൻ സപ്പോസ് ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാ കിട്ടി വിചാരിക്കുക. ഈ സ്ട്രെയിറ്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കണം വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് -1, 4. അപ്പൊ പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ സ്ലോപ്പ് നമുക്കറിയാം, കാരണം തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ആക്ച്വലി ഫൈൻഡിങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആൻഡ് എ പോയിന്റ് ഈസ് ഗിവൺ. ആ ഫോമിലുള്ള ഇക്വേഷൻ ആണ്. എമ്മും തന്നിട്ടുണ്ട്, x0 y0 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ആ പ്രോബ്ലം ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ L2 പെർപെൻഡിക്കുലർ ടു L ത്രൂ ദ പോയിന്റ് 2, -3. അപ്പൊ ഇവിടെ സ്ലോപ്പ് m നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് m കണ്ടുപിടിക്കും. അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ L2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ M2 എന്ന് പറയുന്ന സ്ലോപ്പ് എന്തായിരിക്കും? ഞാൻ L2ന്റെ സ്ലോപ്പ് M2 എടുത്തത്, ഇതിന്റെ സ്ലോപ്പ് നമുക്ക് m തന്നെ എടുത്താൽ മതി. അപ്പൊ M2 into m എന്താ? -1 ആണ്. അപ്പൊ നമുക്ക് അതിൽ M2ന്റെ വാല്യൂ കിട്ടും -1/m. അപ്പൊ എഗെയിൻ നമുക്ക് സ്ലോപ്പ് പറയാം, ഒരു പോയിന്റ് പറയാം. സോ വി ക്യാൻ ഫൈൻഡ് ദി സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ ജനറൽ ഫോമിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് 3y ഈക്വൽ ടു -4x plus 3 or y equal to -4/3x plus 3/3, that is 1.
So slope of this given straight line is -4/3 and y-intercept ഇത് 1 ആണ് അല്ലെ. y-intercept എന്ന് പറയുന്നത് 0, 1 ആണ്. അപ്പൊ ആ ഒരു കാര്യം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? We need to find equation of a straight line L1 which is parallel to L. അപ്പൊ L1 ന്റെ സ്ലോപ്പ് അതിനെ ഞാൻ M1 എടുത്തു. M1 എന്ത് തന്നെ ആയേ പറ്റൂ? -4/3 ആയേ പറ്റൂ. കാരണം തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനോട് പാരലൽ ആയിരിക്കണം. അപ്പൊ അവർ രണ്ടിന്റെയും സ്ലോപ്പ് സെയിം ആണ്. സോ L1 ന്റെ സ്ലോപ്പ് കിട്ടി. അത് മാത്രമല്ല L1 പാസ് ചെയ്യണ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -1, 4. So what is the equation of L1? That is y minus y0 equal to m into x minus x0. That is y minus y0 എത്രയാണ്? 4 ആണ്. ഇതിനെയാണ് x0 y0 എന്ന് എടുക്കുക അല്ലെ. അപ്പോൾ y minus 4 equal to m. That is -4/3 into x minus x0. X minus of -1. So this will give you y minus 4 equal to -4/3 into x plus 1, or that is same as y equal to -4/3x minus 4/3. ആ 4 റൈറ്റ് സൈഡിലേക്ക് കൊടുക്കും. So plus 4. So after simplification you will obtain this as -4/3x plus 8/3. So this is the equation of the first straight line. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 2, -3 which is perpendicular to the given straight line. Perpendicular to the given straight line എന്ന് പറഞ്ഞാൽ ഞാൻ L2 ന്റെ സ്ലോപ്പ് M2 ആയിട്ട് എടുക്കുകയാണ്. സോ M2 സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ L2. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്താ റിലേഷൻ? M2 into M should be -1. or M2 equal to -1/m. That is -1 by m എന്തായിരുന്നു? -4/3. -4/3. So this will give you 3/4. അപ്പൊ M2 എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടി. അതായത് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 3/4. അപ്പൊ സ്ലോപ്പും കിട്ടി. ഒരു പോയിന്റ് 2 - 3 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. y minus y0. y0 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഇതാണ് x0 y0. y0 എന്ന് പറയുന്നത് -3 ആണ്. സോ മൈനസ് ഓഫ് -3 ഈക്വൽ ടു m. m എന്ന് പറയുന്നത് 3/4 ഇൻറ്റു x മൈനസ് x0. x0 എന്ന് പറയുന്നത് 2. So this will give you y plus 3 equal to 3/4x minus 6/4. That is y equal to right hand side ലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? 3/4x minus 6/4 minus 3 will give you -9/2. So this is the equation of the perpendicular straight line. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഗ്രാഫ് വരച്ചു നോക്കുക. L1 പ്ലോട്ട് ചെയ്യുക, L2 പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് തന്നെയാണോ കിട്ടിയിരിക്കുന്നത് നോക്കുക. സോ ദിസ് ബ്ലൂ വൺ ഈസ് ദി ഗിവൻ സ്ട്രെയിറ്റ് ലൈൻ L1 എന്ന് പറയുന്നത് അതിനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കണ്ടുപിടിച്ചതാണ്. -1/4 കൂടെ പാസ് ചെയ്യണത് വിത്ത് ഹാവിംഗ് സെയിം സ്ലോപ്പ്. L2 എന്ന് പറയുന്നത് ബ്ലൂവിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് 2, -3. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്.